ചാനൽ. നമ്മളിന്നുള്ളത് കോട്ടയം ജില്ലയിലെ മലരിക്കൽ എന്ന് പറയുന്ന ആമ്പൽപ്പൂ പാടത്തിലാണ് ഉള്ളത്. ഇവിടുത്തെ പൂപ്പാടത്തിലെ കാഴ്ചകളിലേക്കാണ് നമ്മളുടെ വീഡിയോയിൽ പോകുന്നത്. ഇവിടെ എത്തിച്ചേരാനായി കോട്ടയത്തെത്തിയ ശേഷം ഇല്ലിക്കൽ ജംഗ്ഷനിലെത്തിയാൽ ഇടത്തോട്ട് തിരിഞ്ഞ് തിരുവാർപ്പ് റോഡിലൂടെ എത്തുക. അവിടുന്ന് കാഞ്ഞിരം പാലം കഴിഞ്ഞിട്ട് കാഞ്ഞിരം ബോട്ട് ജെട്ടി റോഡിലൂടെ മലരിക്കലെത്താം. അപ്പോൾ ഞാനും എൻ്റെ ആളും കൂടിയായിരിക്കും വീഡിയോ അവതരിപ്പിക്കാൻ പോകുന്നത് കേട്ടോ. ഇത് ശരിക്കും നെൽപ്പാടമാണ് കേട്ടോ. കിലോമീറ്ററുകളോളം നീണ്ടു കിടക്കുന്ന നെൽപ്പാടത്താണ് ഈ ആമ്പൽ വസന്തം നിറയുന്നത്. അത് എല്ലാ വർഷവും ജൂലൈ, ഓഗസ്റ്റ്, സെപ്റ്റംബർ മാസങ്ങളിലാണ് ഉണ്ടാവുക കേട്ടോ. അപ്പോൾ ഈ ഒരു സമയത്തായതുകൊണ്ട് തന്നെ ഇവിടെ നല്ല തിരക്കുണ്ടാവും. വർഷത്തിൽ വളരെ കുറച്ച് മാസങ്ങൾ മാത്രമേ നമുക്കിത് കാണാൻ പറ്റുള്ളൂ. ഇതിനെ പിങ്ക് ലഗൂൺ എന്നൊക്കെ പറയാറുണ്ട്. അതായത് ചുവന്ന തടാകം പോലെ ഇങ്ങനെ കണ്ണെത്താ ദൂരത്തോളം കിടക്കുന്ന ഒരു കാഴ്ചയാണ് നമുക്കിവിടെ വരുമ്പോൾ കിട്ടുക. നമ്മളിവിടെ വന്നിറങ്ങുമ്പോൾ തന്നെ ഈ പരിസരത്തൊക്കെയുള്ള സ്ത്രീകളൊക്കെ പൂക്കൊട്ടയിൽ ഈ പൂക്കൾ ഇങ്ങനെ കെട്ടി ചെറിയ വിലക്ക് വിൽക്കാൻ വെച്ചിട്ടുണ്ടാവും കേട്ടോ. അപ്പോൾ അത് വാങ്ങുകയാണെങ്കിൽ ഫോട്ടോഷൂട്ടൊക്കെ എടുക്കുന്നവർക്കൊക്കെ വളരെ ഭംഗിയായിട്ട് അത് ചെയ്യാൻ പറ്റും. അവർക്കൊരു ചെറിയ വരുമാനം ആയിക്കോട്ടെ, അവർക്കൊരു സന്തോഷം, നമുക്കും ഒരു സന്തോഷം. ഇവിടെ എത്തിച്ചേരുന്നവർക്ക് കാർ പാർക്കിങ്ങിനൊന്നും യാതൊരു ബുദ്ധിമുട്ടുകളും ഉണ്ടാവില്ല. കഴിയുന്നതും റോഡ് സൈഡിലൊന്നും പാർക്ക് ചെയ്യാതിരിക്കുക. പ്രൈവറ്റ് പ്രോപ്പർട്ടീസിൽ നമുക്ക് ചെറിയൊരു എമൗണ്ട് കൊടുത്ത് പാർക്ക് ചെയ്യാനുള്ള നല്ല സൗകര്യങ്ങൾ ഏർപ്പെടുത്തിയിട്ടുണ്ട്. അപ്പോൾ അത് ഉപയോഗപ്പെടുത്താം. ഇദ്ദേഹമാണ് ഞങ്ങളെ തുഴഞ്ഞിവിടെ എത്തിച്ചിട്ടുള്ളത് കേട്ടോ. ഇതാട്ടോ വള്ളക്കാരൻ ചേട്ടൻ ഇറങ്ങിക്കതേണ്ട, ഇത്രേ ഉള്ളൂ വെള്ളം കണ്ടോ. എന്തോ അത്രേ ഉള്ളൂ. മൊത്തം ഫോട്ടോഷൂട്ടാണ്. എന്തോരം വള്ളങ്ങളാണ്. അയ്യോടാ, അയാൾ അവിടെ പോയി നിന്നിട്ട് ഫോട്ടോ എടുക്കും. ഫോട്ടോഗ്രാഫറാണല്ലോ. സൂപ്പർ 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 ആയിട്ടുണ്ട്. ചേട്ടന് ഫോട്ടോഗ്രാഫി അറിയാലേ? അല്ലെങ്കിൽ ഇവിടെ വന്നവരൊക്കെ പഠിപ്പിച്ചു തന്നു കാണും. ഈ ചേട്ടൻ ഒരു രക്ഷയില്ല കേട്ടോ. ഞാൻ വിചാരിച്ചില്ല ഇത്രയും പെർഫെക്റ്റ് ആയിട്ട് ഫോട്ടോയും വീഡിയോയൊക്കെ എടുത്ത് തരുമെന്നേ. ഞങ്ങൾ ചുമ്മാ അങ്ങ് കൊടുത്തന്നേ ഉള്ളൂ. അതാ നമ്മുടെ വള്ളക്കാരൻ ചേട്ടൻ്റെ ഷൂട്ട് കണ്ടോ ഇപ്പം കണ്ടോണ്ടിരിക്കണത്. നല്ല സൂപ്പർ ഫോട്ടോഷൂട്ടാണ് ഇവിടെ നടക്കുന്നത് കേട്ടോ. നന്നായിട്ട് അറിയാം, നല്ല ഫോട്ടോഗ്രാഫി അറിയാമല്ലോ ചേട്ടനെ. സൂപ്പർ ആക്കിയിട്ടുണ്ട്. പാവം വെള്ളത്തിൽ പിന്നെ ഇവിടെ ആഴമില്ലാത്തോണ്ട് കുഴപ്പമില്ല. ചെളിയാണോ ചേട്ടാ താഴേല്? ആണല്ലേ. ഇറങ്ങിപ്പോവോ കാല് ഇങ്ങനത്തെ വെച്ച് കഴിയാ? ഇല്ല. അതെ, വഞ്ചി ഫുള്ള് കിട്ടും. വഞ്ചി ഫുള്ള് കിട്ടുന്ന രീതിയിൽ എടുത്തോ. നമ്മളുടെ വഞ്ചി കാണണ്ടേ? വഞ്ചി കാണണ്ടേ? ചേട്ടാ ഒരു പൂ പൊട്ടിക്കണ വീഡിയോ വേണം. ഒരാഗ്രഹം, ഒരു പൂ പൊട്ടിക്കണ വീഡിയോ എടുക്കണം. ഒരാഗ്രഹം. ചേട്ടൻ അതൊന്ന് എടുക്കൂ. ഞാൻ ഒരു പൂ പൊട്ടിക്കുന്ന ഇതാ ഇവിടെ നോക്കണേ. നോക്കുന്നുണ്ടോ? എടുക്കുന്നുണ്ടോ? എടുത്തോട്ടെ. അയ്യോ വരുന്നില്ല. നല്ല വില ഉണ്ട്. ഈ ഫോട്ടോസൊക്കെ മുരുകൻ ചേട്ടൻ്റെ ഗിഫ്റ്റാണ് കേട്ടോ. ഭയങ്കര ഇഷ്ടമായി എനിക്ക് ഈ ഫോട്ടോസ് എല്ലാം. അപ്പം ഞാൻ ചേട്ടനെ പ്രൊമോട്ട് ചെയ്തേക്കാം വീഡിയോയിൽ. ആരെങ്കിലൊക്കെ മുരുകൻ ചേട്ടൻ്റെ വള്ളം ഇവിടെ എന്ന് പറഞ്ഞ് വരും കേട്ടല്ലോ. കാര്യം വിത്ത് ഫോട്ടോഷൂട്ടാണ്. വീഡിയോഗ്രാഫി ഉണ്ട്. അപ്പൊ ഇവിടെ വന്നിട്ട് മുരുകൻ ചേട്ടൻ്റെ വള്ളം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വീഡിയോഗ്രാഫി, ഫോട്ടോഗ്രാഫി ഒക്കെ ഫ്രീ ആയിരിക്കും. സൂപ്പറായിട്ട് എടുത്ത് തന്നിട്ടുണ്ട്. ഞാൻ ഈ അറ്റത്താണ് ഇപ്പം ഇരിക്കണത് കേട്ടോ. പിടിക്കാനൊരു സ്ഥലവും ഇല്ല, വീണ തലയെ താഴ്ത്തും. ശരിക്കും നല്ലൊരു എക്സ്പീരിയൻസ് ആണ് കേട്ടോ. നിങ്ങൾ എല്ലാവരും വന്നിട്ട് ഇത് എക്സ്പീരിയൻസ് ചെയ്യുക. ഒരുപാട് ലോങ്ങിലുള്ളവരാണെങ്കിൽ വന്നിട്ട് ഇവിടെ എവിടെയെങ്കിലും റൂം എടുത്തിട്ട് നിൽക്കേണ്ടി വരും. കാര്യം എന്ന് പറഞ്ഞാൽ രാവിലെ 6 മണി തൊട്ട് ഒരു 9 മണിയോടുകൂടി ഇതെല്ലാം വൈൻഡപ്പ് ചെയ്യും. ഈ പൂക്കളെല്ലാം ക്ലോസ് ചെയ്ത് പോകും. പിന്നെ നമുക്ക് ഈ ഭംഗി ഉണ്ടാവില്ല. വിടർന്ന് നിന്നാലല്ലേ കാണാൻ ഭംഗി ഉണ്ടാവുള്ളൂ. പൂക്കളുണ്ടാവും, പക്ഷെ വിടർന്ന് നിൽക്കില്ല, ഇങ്ങനെ ചുരുങ്ങിപ്പോവും.
എന്തുകൊണ്ടാണ് വർഷത്തിൽ 2-3 മാസം മാത്രം നമുക്ക് ഈ പൂക്കളെ ആസ്വദിക്കാൻ പറ്റുന്നതെന്ന് അറിയാമോ? അതായത് വർഷകാലം വരുമ്പോഴേക്കും കൃഷിയൊന്നും നടത്തില്ല. അപ്പോൾ വെള്ളം നിറഞ്ഞിട്ട് ഇതിൽ പൂക്കളെല്ലാം വിടർന്ന് വരാൻ തുടങ്ങും. അതിനുശേഷം 2-3 മാസങ്ങൾക്ക് ശേഷം ഒക്ടോബറോടുകൂടി കൃഷി ഇറക്കാൻ വരുമ്പോഴേക്കും ഇതെല്ലാം വാരിക്കെട്ടിയവർ പെറുക്കിക്കളയുന്നതാണ്. അതാണ് നമുക്ക് വർഷത്തിൽ 2-3 മാസം മാത്രം ഇത് ആസ്വദിക്കാൻ പറ്റുന്നത്. ഈ വഞ്ചിയുടെ തുഞ്ചത്ത് ഇങ്ങനെ ഇരുന്ന് യാത്ര ചെയ്യുന്നത് ഒരു ഭയങ്കര രസമുള്ളൊരു കാര്യം തന്നെയാണ് കേട്ടോ. എനിക്കൊരു പഴയ പോയം പഠിച്ചതാണ് കേട്ടോ ഇപ്പോൾ ഓർമ്മ വരുന്നത്. അതായത് തുഞ്ചത്തിരുന്നു തുഴഞ്ഞു കുഞ്ചു വഞ്ചിയിൽ പഞ്ചാര ചാക്കുമായി എന്ന് പറഞ്ഞ പോലെ വഞ്ചിയിൽ നിറയെ ആമ്പൽ പൂക്കളുമായി എന്നൊക്കെ വേണമെങ്കിൽ തിരുത്തി പാടേണ്ടി വരും. അത്രയ്ക്ക് ഒരു പ്രത്യേക ഫീലാണ് കേട്ടോ ഇത്. നമ്മളിത് കാണുന്ന പോലെയല്ല, ഒന്ന് അനുഭവിക്കുമ്പോൾ ഇങ്ങനെ ഈ വഞ്ചിയിലുള്ള ഈ യാത്ര തന്നെ ഒരു പ്രത്യേക സുഖമുണ്ട്. പിന്നെ നിറയെ പൂക്കളുമായിട്ടുള്ളൊരു യാത്ര എന്ന് പറയുന്നത് അത് അതിലും മനോഹരം. കണ്ണത്താ ദൂരത്തോളം ആമ്പൽ പൂക്കളുടെ ഒരു പാടം കാണാൻ പറ്റുക എന്ന് പറയുന്നത് നേരിൽ കാണുമ്പോൾ ഒരു പ്രത്യേക ഭംഗിയാണ് കേട്ടോ. ക്യാമറയിൽ അതിൻ്റെ 10-1 ഭംഗിയേ ഉള്ളൂ സത്യമായിട്ടും. അത് നിങ്ങൾ വന്നാൽ മാത്രമേ മനസ്സിലാവുള്ളേ. അപ്പോൾ നമ്മൾ റിവേഴ്സ് വന്നുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. ശരിക്കും പറഞ്ഞാൽ എനിക്ക് മനസ്സിലായതേ ഇല്ല തിരിച്ചു വരുവാണെന്നും ഇറങ്ങിയ പോയിന്റിലേക്ക് തന്നെ തിരികെ ഇറങ്ങാൻ വരുവാണെന്നൊന്നും നമുക്ക് ശരിക്കും പറഞ്ഞാൽ മനസ്സിലാവില്ല. എത്ര സമയം അവിടെ പോയി എന്നുള്ളതും ഒന്നും അറിയില്ല. നമ്മൾ വേറൊരു ലോകത്തെത്തിയ പോലത്തെ ഒരു ഫീലായിരിക്കും കേട്ടോ. തിരിച്ച് അവർ സ്പോട്ടിലെത്തി ഇറങ്ങുമെന്ന് പറയുമ്പോഴേ നമ്മൾ കയറിയ പോയിന്റിൽ എത്തിയോ എന്നൊക്കെ നമ്മളിങ്ങനെ അതിശയത്തോടെ ഓർത്ത് പോകും കേട്ടോ. നമ്മൾ അറിയില്ല അത് സത്യമായിട്ടും. അങ്ങനെയാണ് ഇവിടെ വരുമ്പോൾ ഒരു അനുഭവം കേട്ടോ. എവിടെ ചൂണ്ടിട്ട് ഇറങ്ങും? ചേട്ടനോട് കോല് കുത്തി വെക്കാൻ പറയാം. എനിക്ക് പേടിയോ ചേട്ടാ? ഒന്ന് കുത്തി പിടിക്കോ? എനിക്ക് പേടിയാ. പിടിച്ചാ വേണ്ട. ഞാൻ അയ്യോ പറയട്ടെ. വളരെ എൻജോയബിൾ ആയിട്ടുള്ള ഒരു യാത്രയായിരുന്നു കേട്ടോ. എല്ലാവരും വരിക, എൻജോയ് ചെയ്യുക. അപ്പോൾ സമയം മറക്കണ്ട. 6 മണി തൊട്ട് 9 മണി വരെ ഉണ്ടാവുള്ളൂ കേട്ടോ. Bye. See you in the studio. അപ്പോൾ ഈ വള്ളക്കാരൻ ചേട്ടൻ മുരുകൻ ചേട്ടനെ മറക്കരുത്. എല്ലാവരും ഇവിടെ വരുമ്പോൾ ചേട്ടനെ നേരത്തെ വിളിച്ച് ബുക്ക് ചെയ്തിട്ടൊക്കെ വാട്ടോ. നല്ല വീഡിയോഗ്രാഫിയൊക്കെ കിട്ടുവേ. അപ്പോൾ എങ്ങനെയുണ്ടായിരുന്നു നമ്മളുടെ ഇന്നത്തെ വീഡിയോ? എനിക്ക് ഒരുപാട് ഇഷ്ടമായിട്ടോ. നന്നായിട്ട് എൻജോയ് ചെയ്തു. എന്താ പറയുക, ഒരു ഉത്സവം കഴിഞ്ഞിറങ്ങിയ ഒരു ഫീലാണ് ഇവിടെ വന്ന് പോരുമ്പോൾ കേട്ടോ. മനസ്സ് നിറഞ്ഞാണ് തിരിച്ചു വരുന്നത്. എല്ലാവരും വരിക. അപ്പോൾ നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം. ഇതിലും മനോഹരമായ വീഡിയോകളുമായിട്ട് ഞാൻ ഉടൻ തന്നെ വരുന്നതാണ്. ടാറ്റാ.